ഹലോ ഡിയസ്, 3 ചാപ്റ്ററുകൾ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു A+ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കാൻ പറ്റുള്ളൂ. നാളത്തെ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കരുത്. അതുകൊണ്ടാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു ചോദ്യം ഇന്ന് ഞാൻ ചെയ്തു തരുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, അവസാനം വരെ ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, അപ്പോൾ ചോദ്യത്തിലേക്ക് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് ഫിഗറിൽ AP-യും PR-ഉം RB-യും ഈക്വൽ ആണ്. എന്താ തന്നിട്ടുള്ളത്? AP is equal to PR is equal to RB. ഇത് മൂന്നും ഈക്വലാണ്. ഇത് മൂന്നും ഈക്വൽ ആണെങ്കിൽ ഇവർ തമ്മിലുള്ള റേഷ്യോ എത്രയാ മക്കളെ? അപ്പം എഴുതി വെച്ചോ. AP is to PR is to RB എന്ന് പറയുന്നത്, AP-യും PR-ഉം RB-യും തമ്മിലുള്ള റേഷ്യോ 1:1:1 ആണ്. ഈക്വൽ ആണെങ്കിൽ റേഷ്യോ എന്താ? 1:1:1 ആണ്. അതേപോലെ ചിത്രത്തിൽ മറ്റൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. ഈ 3 ആംഗിളുകൾ, ആംഗിൾ APQ, ശ്രദ്ധിക്കണേ, APQ എന്ന് പറയുന്നതും ARS എന്ന് പറയുന്നതും ABC എന്ന് പറയുന്നതും 90 ഡിഗ്രി ആണ്. ഏതൊക്കെ ആംഗിള്? ആംഗിൾ APQ is equal to angle APQ is equal to angle ARS is equal to angle ABC is equal to 90 ഡിഗ്രി തന്നിട്ടുണ്ട് ചോദ്യത്തിൽ. ഫിഗറിലേക്ക് നോക്ക്, ഫിഗറിൽ തന്നിട്ടുണ്ട് ഈ 3 ആംഗിളും 90 ഡിഗ്രി ആണ്. ഇത് മൂന്നും 90 ഡിഗ്രി ആണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പറയാം? PQ is parallel to RS is parallel to BC. ശരിയല്ലേ? അതിൽ നമുക്ക് എന്ത് കിട്ടും? PQ parallel to RS parallel to BC. ഇത് മൂന്നും പാരലൽ ആണ് എന്ന കാര്യം കൂടെ ഇവിടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ AP-യും PR-ഉം RB-യും ഈക്വൽ ആയതുകൊണ്ട് ഈ നീളം ഞാൻ X എന്ന് എടുക്കുന്നു. ഓക്കെ ആണോ? അതേപോലെ ഇത് പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? AQ എന്ന് പറയുന്നതും QS എന്ന് പറയുന്നതും SC എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, therefore AQ is equal to QS is equal to SC. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലൽ ലൈൻസിൽ, ശരിയല്ലേ? നമ്മൾ പാരലൽ ലൈൻസിൽ പഠിച്ചിട്ടുണ്ട്. പാരലൽ ലൈനുകൾ 2 ലൈൻസിനെ കട്ട് ചെയ്യുന്നത് ഒരേ റേഷ്യോയിലായിരിക്കും. 2 അതിൽ കൂടുതലോ പാരലൽ ലൈൻസ് 2 ലൈൻസിനെ കട്ട് ചെയ്യുക ഒരേ റേഷ്യോയിലായിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ AP-യും PR-ഉം RB-യും ഈക്വൽ ആയതുകൊണ്ട് AQ-യും QS-ഉം SC-യും ഈക്വൽ ആണ്. ആ നീളം ഞാൻ Y എന്ന് എടുക്കുന്നു. AQY QSY SCY. ഓക്കെ, ഈ നീളം Y ആണെന്ന് ഞാൻ എടുക്കുന്നു, ഈ നീളം X ആണെന്ന് ഞാൻ എടുക്കുന്നു. അതിൽ ആർക്കും സംശയമില്ലല്ലോ. അപ്പോൾ നമ്മൾ നോക്കാൻ പോവാണ്. നമ്മളോടുള്ള ആദ്യത്തെ ചോദ്യം എന്താ? AQ ഈസ് ടു, ചോദിച്ചത് എന്താ? AQ ഈസ് ടു AS ഈസ് ടു AC. ഇതല്ലേ ചോദിച്ചിട്ടുള്ളത്? വളരെ സിമ്പിൾ. AQ എന്ന് പറയുന്നത് നീളം Y ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ASO Yയും 2Y, ശരിയല്ലേ? AC 3Y. സംശയമല്ല 3Y. അപ്പോ സിമ്പിൾ 3 Y ക്യാൻസൽ ചെയ്താൽ 1:, റേഷ്യോ എത്രയാ? 1:, ദാറ്റ് ഈസ് ഈക്വൽ ടു 1:2:3. 1:2:3 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. 1:2:3 ആണ് നമ്മളുടെ റേഷ്യോ. അടുത്ത ചോദ്യം, PQ ഈസ് ടു RS ഈസ് ടു BC. എന്താ ചോദിച്ചില്ലേ? PQ-യും RS-ഉം BC-യും. PQ RS BC. മക്കളെ, നിങ്ങൾ 3 ട്രയാങ്കിൾ നോക്ക്. ഈ 3 ട്രയാങ്കിൾ ഓക്കെ, ആംഗിൾ A നമുക്ക് X ആണെന്ന് എടുക്കാം. ആംഗിൾ A X ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, ലെറ്റ് ആംഗിൾ A is equal to X. therefore 2 ആംഗിൾ ഈക്വൽ ആയാൽ തന്നെ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ അല്ലേ? 2 ആംഗിൾ നോക്കടാ, ഈ 2 ആംഗിൾ ഈക്വൽ. X ഇത് 90 ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ 90 - X, മൂന്നാമത്തെ ആംഗിൾ 90 - X, മൂന്നാമത്തെ ആംഗിൾ 90 - X ആണല്ലോ? ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ഈ 3 ട്രയാങ്കിളും സിമിലർ ആണ് അല്ലേ? ട്രയാങ്കിൾ APQ is similar to triangle ARS is similar to triangle, ഏതാണ് മൂന്നാമത്തെ ട്രയാങ്കിൾ? ABC. ഈ 3 ട്രയാങ്കിളും സിമിലർ ആണ്. ഓക്കെ, 3 ട്രയാങ്കിളും സിമിലർ ആണ്. അതുകൊണ്ട് തന്നെ ആ ട്രയാങ്കിളിന്റെ സൈഡല്ലേ AQ AS AC സൈഡ് ആയിട്ടുള്ള പോലെ തന്നെ PQ RS BC. ഓക്കെ, PQ ഈസ് ടു RS ഈസ് ടു BC എന്ന് പറയുന്നത് എത്രയാണ് നോക്കുക? റേഷ്യോ സെയിം, 1:2:3. എത്രയാണ്? 1:2:3.
റേഷ്യോയിൽ മാറ്റമുണ്ടോ? ഇല്ല, റേഷ്യോ സെയിം ആണ്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ട്രയാങ്കിൾ സിമിലർ ആയി കഴിഞ്ഞാൽ ട്രയാങ്കിളുടെ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ സെയിം ആണ്. ഓക്കെ, നോക്കടാ, ഫിഗറിൽ നോക്ക്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ല. ഓക്കെ, വീണ്ടും എനിക്ക് എഴുതാം. എങ്ങനെ? ഇപ്പോൾ ആംഗിൾ എ പി ക്യൂ ഇസ് ഈക്വൽ ടു ആംഗിൾ എ ആർ എസ് ഇസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു എക്സ്. അതേപോലെ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് എക്സ്. സംശയമുണ്ടോ? ഒന്ന് 90യും ഒന്ന് എക്സും ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ എത്രയാ? 90 മൈനസ് എക്സ്. അതുകൊണ്ട് 3 ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് സിമിലർ അല്ലേ? ഇനി അടുത്ത ചോദ്യം എന്താ? ഹൗ മെനി ടൈംസ് ദ സൈഡ്സ് ഓഫ് ട്രയാംഗിൾ എ പി ക്യൂ ഈ സൈഡ് എക്സ്, ഈ സൈഡ് വൈ, ഇസ് ട്രയാംഗിൾ എ ബി സി. നോക്കടാ, എ ബി എക്സും നോക്കണേ, എ പി എക്സ് ആണ്, എ ബി 3x ആണ് അല്ലേ? അതുപോലെ എ ക്യു വൈ ആണെങ്കിൽ എ സി എത്രയാ? 3y. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോ 3 ടൈംസ് 3 ടൈംസ് ആണ്. സോ റേഷ്യോ സെയിം ആണ്. റേഷ്യോ എന്താ? 1:3. സോ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് എത്രയാ? 3. ഓക്കെ, സംശയമില്ലല്ലോ. കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കാണാൻ, ഇതിലെ ഡി ക്വസ്റ്റ്യൻ കാണാൻ, കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കാണാൻ നിങ്ങൾ നോക്കുക, ഡിവൈഡ് ചെയ്ത് നോക്കാം. നമുക്ക് വലിയ ട്രയാങ്കിൾ ഏതാ? എ ബി സിന്റെ സൈഡ് എ ബി ഡിവൈഡഡ് ബൈ എ പി ചെയ്താലും എ സി ഡിവൈഡ് ബൈ എ ക്യു ചെയ്താലും അതേപോലെ ബി സി ഡിവൈഡഡ് ബൈ പി ക്യു ചെയ്താലും മക്കളെ നിങ്ങൾക്ക് എന്താ കിട്ടുക? 3 ടൈംസ്. ശരിയല്ലേ? 3 ടൈംസ്. സോ 3 ഈസ് ദ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 3 ആയിരിക്കും. ഇവർ തമ്മിലുള്ള റേഷ്യോ 1:2:3 ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാം ഇത് Z ആണ്, ഇത് 2Z ആണ്, ഇത് 3Z ആണ്. ഓക്കെ ആണേ? സംശയമില്ലല്ലോ. വളരെ വളരെ ഈസി ആയിട്ട് ഇത് എക്സ് വൈ സെഡ് വന്ന പോലെ തന്നെ ഇത് Z ആണെങ്കിൽ ഇത് എത്രയാ? 2Z, ഇത് 3Z. ഓക്കെ ആണേ? സംശയമില്ലല്ലോ. പി ക്യു 8 സെന്റിമീറ്റർ ആണെങ്കിൽ ബി സി എത്രയാ? പി ക്യു എന്ന് പറയുന്നത് Z ആണ്, അത് 8 സെന്റിമീറ്റർ. അപ്പോൾ ബി സി എത്രയാ? ബി സി എന്ന് പറയുന്നത് 3Z അല്ലേ? സംശയമുണ്ടോ? പി ക്യു ആർ എസ് ബി സി തമ്മിലുള്ള റേഷ്യോ 1:2:3 ആണ്. അപ്പോൾ പി ക്യു എന്ന് പറയുന്നത് 1Z, ആർ എസ് എന്ന് പറയുന്നത് 2Z, അതേപോലെ ബി സി എന്ന് പറയുന്നത് 3Z. സോ 3Z ആണ്. 3Z എത്രയാ? 3 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 24 സെന്റിമീറ്റർ. ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതായത് ട്രയാങ്കിളുകൾ സിമിലർ ആയി കഴിഞ്ഞാൽ അവരുടെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ സെയിം ആണ്. റേഷ്യോ സെയിം ആവുന്നതിനെയാണ് നമ്മൾ പ്രപ്പോർഷൻ അഥവാ അനുപാതം എന്ന് പറയുന്നത്. അംശബന്ധം മാറാതിരിക്കുന്നതിനെയാണ് പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. ചിലർക്ക് ദഹിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം, പക്ഷേ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുക. ഓക്കെ, ഇതൊരു കിണ്ണം കാച്ചിയ ക്വസ്റ്റ്യൻ ആണ്. സോ മനസ്സിലാക്കുക. ഓക്കെ ആണേ? സോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.